റിപ്പോർട്ട് മന്ത്രിക്ക് വീണ്ടും ജോലി, വീണ്ടും വീണ്ടും റിപ്പോർട്ടുകൾ തിരക്കണം. ആരോഗ്യരംഗം നമ്പർ 1 അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ അമേരിക്കൻ സ്റ്റാൻഡേർഡ്. അവസാനത്തെ ഹതഭാഗ്യ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത് ശിവപ്രിയ എന്ന് പറയുന്ന 26-കാരിയാണ്. ആ പെൺകുട്ടി പ്രസവത്തിന് SIT ആശുപത്രി പോയതാണ്. മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള ആശുപത്രിയാണല്ലോ SIT ഔട്ടം ആശുപത്രി. അവിടെ പ്രസവത്തിന് പ്രവേശിപ്പിച്ചു. അതിനെ ഏതായാലും ശരി, സിസേറിയനായിരിക്കും, നടത്തി കുട്ടിയെയൊക്കെ എടുത്തു. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പെൺകുട്ടിക്കും അന്നേരം യാതൊരു തകരാറുമില്ല. പക്ഷേ അതിൻ്റെ തുന്നലിൽ നിന്ന് അതിന് അണുബാധയുണ്ടായി. അപ്പോൾ അണുബാധ ഉണ്ടായിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അതിന് ഭയങ്കര പനി മൂർച്ഛിച്ചു. ആശുപത്രി കൊണ്ടുവന്നു. അപ്പോഴേക്കും മൾട്ടി സ്പെഷ്യാലിറ്റിയിലൊക്കെ പ്രവേശിപ്പിച്ചെങ്കിൽ പോലും അതിൻ്റെ ലങ്സിൽ ഈ ഫ്ലൂയിഡ് തളം കെട്ടിയിട്ട്, അതായത് ഈ ഇൻഫെക്ഷനാണ്, ഈ തുന്നലിൽ നിന്നുള്ള ഇൻഫെക്ഷൻ നേരെ ശ്വാസകോശത്തെ ബാധിച്ചു. ശ്വാസകോശത്തിൽ നീര് കെട്ടി, വെള്ളം കെട്ടി, നീർക്കെട്ടുണ്ടായിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മാറി. ഒന്നും ചെയ്യാൻ വയ്യാതെ ന്യൂമോണിയ മൂലം ആ പെൺകുട്ടി മരണപ്പെട്ടു. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന തകരാറാണ് ഇതൊക്കെ. സിസ്റ്റം വലിയ സിസ്റ്റം അല്ലേ ഉള്ളത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറിന് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മുടെ ബഹുമന്ത്രി ഒരു റിപ്പോർട്ട് അങ്ങ് വായിക്കും. അത് നിർബന്ധമാണ്. ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധമില്ലാത്ത പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘമാണ് ഇത് നടത്തേണ്ടതെന്നാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം വരത്തില്ല. അവസാനം അവന്മാരെഴുതി കൊടുക്കും പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന്. അത് അതിൻ്റെ തുന്നൽ പൊട്ടിച്ചു, അങ്ങനെ അണുബാധയുണ്ടായി, അങ്ങനെ ആത്മഹത്യ ചെയ്ത. SIT നിന്ന് പെട്ടെന്ന് പ്രഖ്യാപനം വന്നു. എന്താണെന്നറിയോ? പെട്ടെന്ന് ഒന്നും പരിശോധിക്കാതായി വന്നേക്കുന്നേ. അതിന് പോസ്റ്റ്മോർട്ടം കഴിയുന്നതിന് മുമ്പ് വന്നേക്കുന്നതാണ്. അതായത് ഈ തുന്നലിൽ അണുബാധ ഉണ്ടായത് അതിൻ്റെ വീട്ടിൽ നിന്നാണ്, SIT എന്നല്ലെന്ന്. എളുപ്പമല്ലേ ഇത്? ഈ തുന്നലിട്ട് അത് ഊണ്ട് ക്ലോസ് ചെയ്ത് ബാൻഡേജ് ഇട്ട് പോകുന്ന കുട്ടി അവിടെ ചെന്നതിന് ശേഷം അതിൻ്റെ വീട്ടിൽ നിന്ന് അണുബാധ ഏറ്റെന്ന്. ഇതാ എളുപ്പമല്ലേ പറയാൻ. ആശുപത്രി എന്നല്ല, SIT എന്നല്ല ഏറ്റേക്കുന്നത്, വീട്ടിൽ നിന്നാണ്. അവരെ വീട്ടിൽ ഇങ്ങനെ അണുക്കൾ നിറഞ്ഞു നിൽക്കുക കേട്ടോ, ബാധിക്കാനായിട്ട്. എന്ത് പറയാനാണ്? അത് അവിടെ തന്നെ ഉണ്ടായതാണ്. പ്രോപ്പറായിട്ടൊന്നും സ്റ്റെറിലൈസ് ചെയ്യാതെ, ഒന്നും സൂക്ഷിക്കാതെ, നോക്കാതെ ഒക്കെയാണ്. പാവങ്ങളല്ലേ അവർ ചെല്ലുമ്പോൾ. അവർക്ക് അവരുടെ കയ്യിൽ ഇതുപോലെ പണമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രികളിൽ, ഹൈജീനിക്കായിട്ടുള്ള ആശുപത്രികളിൽ അവർ പോവും. ഇത് പാവങ്ങളെ ഇവർക്ക് വെറുതെ കിട്ടുന്ന ട്രീറ്റ്മെൻ്റ് അല്ലേ. അത് വേണമെങ്കിൽ എടുത്തോണം, എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. ഇതേ ഉള്ളൂ. അടിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോയ വഴിക്ക് അടിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് നടക്കുന്നത്. ഏതായാലും ഈ പെൺകുട്ടിക്ക് ഈ അണുബാധ ഉണ്ടായി. 26-കാരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എത്രയോ നാൾ ജീവിച്ചിരിക്കണം. ആ കുഞ്ഞ്, അമ്മയില്ലാതെ ആ കുഞ്ഞ് വളരണ്ടേ? ആ കുഞ്ഞിന് കുഴപ്പമില്ല. കുഞ്ഞുമായിട്ട് നാട്ടുകാർ അവസാനം അവർ ബന്ധുക്കളും വന്നിട്ട് അവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചു. അവർ അവിടെ സമരം നടത്തി. അവിടെ അവർ ധർണയിരുന്നു ഈ കുഞ്ഞിനെയും കൊണ്ട്. പക്ഷേ എത്ര നേരം അവർക്ക് ഇരിക്കാൻ പറ്റും? ഏതായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരു നടപടി അതിൽ നിന്നും ആവുകയല്ല. ഏതായാലും ഇപ്പോൾ ഇനി അതിനെക്കുറിച്ച് അന്നേരമാണ് മറ്റ് വെളിയിലുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് ഒരു അന്വേഷണം. ഏത് ഡോക്ടർമാരെ അന്വേഷിച്ചാലും ഒരു ഡോക്ടറും മറ്റൊരു ഡോക്ടർക്കെതിരെ പറയത്തില്ല. വളരെ ചുരുക്കേ ഞാനത് കണ്ടിട്ടുള്ളൂ. എത്ര വലിയ ലാബ്സ് ഉണ്ടെങ്കിൽ പോലും. ഇതിപ്പോൾ ഡോക്ടർമാരുടെ കുഴപ്പമൊന്നും പറയാൻ ഒക്കത്തില്ല ഒരിക്കലും. ആ ആശുപത്രിയുടെ അന്തരീക്ഷത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ അണുബാധ ഉണ്ടായത് അവിടുന്ന് തന്നെയാണ്. അവിടുന്ന് ഇട്ട തുന്നലിൽ നിന്നാണ്. അതിൻ്റെ ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നത് ഞാൻ കേട്ടു. ആ പയ്യൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, അതായത് ഇത് അവിടുന്ന് വരുമ്പോഴേ പനിയുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോഴേ ചെറുതായിട്ട് പനി, വീട്ടിൽ ചെന്നപ്പോൾ പനി കൂടി. അത് വീട്ടിൽ അണുബാധയായിരിക്കും, അല്ലെങ്കിൽ ഈ പോയ വണ്ടിയിൽ അണുബാധയായിരിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നുള്ള അണുബാധയായിരിക്കും. എന്തോ ഈ പറയുന്ന ഇതൊക്കെ? അത് ശരിയായ രീതിയിൽ അപഗ്രഥിച്ചെടുക്കണം. അത് ആശുപത്രിയിലെ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മുടെ സിസ്റ്റം നമ്പർ 1 അല്ലേ.
അങ്ങനെ വരുമ്പോൾ ഇത് പറയും. അപ്പം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ പർവ്വതീകരിക്കരുതെന്ന് പറയും. ഇതാണ് ഒറ്റപ്പെട്ടത്. ഇത് എൻ്റെ 2 ദിവസം മുമ്പുണ്ടായത് എന്താണ്? അത് ഒറ്റപ്പെട്ടാണോ? ഒരു പാവം ഓട്ടോ തൊഴിലാളി മെഡിക്കൽ കോളേജിൽ അയാളെ വെറുതെ നോക്കാതെ അവിടെ കൊണ്ടിട്ടിരുന്ന് എന്നിട്ട് പറയുന്നത് എല്ലാം മെഡിക്കൽ പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചെന്ന്. മെഡിക്കൽ പ്രോട്ടോക്കോൾ പാലിച്ച് അയാളെ കൊന്നു. അതാണ് സംഭവം. അതേപോലെ ഉള്ള അന്വേഷണമായിരിക്കും ഇനി ഇതിനും വരാൻ പോകുന്നത്. റിപ്പോർട്ടിങ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. ആ റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ് അവസാനം വരാൻ പോകുന്നത്. ഒന്നും കാണത്തില്ല. നമ്മൾ ഈ ഉള്ളി പൊളിച്ചോലെന്ന് പറയത്തില്ലേ, അത് തന്നെ. ആ രീതിയിലുള്ള അന്വേഷണമാണ് ഈ നടക്കാൻ പോകുന്നത്. ആ അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് എവിടെയെങ്കിലും കിടക്കും. തീർന്നു. ഇതാണ് നമ്മുടെ സിസ്റ്റം നമ്പർ 1. സിസ്റ്റത്തിൻ്റെ തകരാറിൽ ഇങ്ങനെ റിപ്പോർട്ടുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം എന്നും എല്ലാ ദിവസവും. ഒന്നിനൊന്ന് വലിയ വലിയ സംഭവങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്.